ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഒരു കൈച്ചെയിനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് തങ്കൂസാണ് എടുത്തേക്കുന്നത്. കൈച്ചെയിനൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് എലാസ്റ്റിസിറ്റി ഉള്ള സംഭവം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചക്കിരി എന്നോമന പേരിട്ട് വിളിക്കുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ മുത്ത്, വീണ്ടും ചക്കിരി, അത് കഴിഞ്ഞിട്ട് കുങ്കുരു എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരുവിധം സാധനങ്ങളുടെയൊക്കെ പേരുകൾ കുറച്ചധികം വെറൈറ്റി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓമനത്തമുള്ള കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുന്ന കുറച്ച് പേരുകളാണ്. അപ്പോൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് വീണ്ടും നമ്മൾ ചക്കിരി ഇട്ട് കൊടുക്കുക, ഇതേപോലെ ഗോൾഡൻ മുത്ത് ഇട്ട് കൊടുക്കുക, വീണ്ടും ചക്കിരി ഇട്ട് കൊടുക്കുക, വീണ്ടും കുങ്കുരു ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്കിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഇതിലല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും ബീഡ്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ബീഡ് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. കളർ കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോൾഡും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രം നമുക്ക് സെൻറ്ററിൽ ഇട്ടിട്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു ബീഡ്സ് അപ്പുറവും ഇപ്പുറവും കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയിൻ ആക്കിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഇട്ടിട്ട് വേറെ ഗോൾഡ് മുത്ത് മാത്രം കൊടുത്തിട്ട് കൈച്ചെയിനാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്താൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പേളാണ്. അപ്പോൾ ഒരു രണ്ട് കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പേൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചക്കിരി ഇട്ട് കൊടുക്കുക, കുങ്കുര ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഓണത്തിൻ്റെ ഇതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. കുഞ്ഞു ആളുകൾക്ക് കൊലുസൊക്കെ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഒരു പാതി ഭാഗം വരെ ഈ ഒരു ഹെവി വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് നോർമൽ ബീഡ്സ് മാത്രം, ഒറ്റ ബീഡ്സ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്ലസ് മാതിരി ചെയ്തിട്ട് ബാക്കിൽ ചരട് കെട്ടി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഗോൾഡ് മുത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ല, ഗോൾഡ് അതുപോലെ നിർത്തിയിട്ട് ഈ വൈറ്റിന് പകരം നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഏത് കളറാണോ യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം എങ്ങനെ വേണമെങ്കിലും മാറ്റിയും തിരിച്ചും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇനി അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ആ ഗോൾഡ് ഇട്ടില്ലേ, ഈ ഒരു 3 പേൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ആ ഗോൾഡ് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഗോൾഡൻ മുത്തും ആ ഒരു കുങ്കുരുവൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു സംഭവത്തിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കതിന് ലോക്കും അതുപോലെ കൊളുത്തും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമുക്ക് കെട്ടിക്കൊടുത്തിട്ട് കയ്യിലിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് തന്നെ. അപ്പോൾ ഇതേപോലെ കുട്ടി കുട്ടി സംഭവങ്ങളാണ് നമ്മൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. ഈ ഒരു ഇതിൽ സൂചി ഇട്ടിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് അളവ്. അതുവരെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കൊലുസായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവത്തില്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ട് നമ്മുടെ കുഞ്ഞു വാവകൾക്കായിരിക്കും കേട്ടോ ഇത് കൂടുതൽ രസം. കൊലുസായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും തന്നെ മതിയാവും അവർക്ക് കൊലുസ് യൂസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കൈയുടെ അളവിന് ഞാൻ കൈച്ചെയിൻ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രസമുള്ള ഒരു കൈച്ചെയിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് പട്ടെടുപ്പും പാവാടയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. സെയിം തന്നെ നമുക്ക് കൈച്ചെയിനും മാലയും ഒക്കെ ഒരേ മെത്തേഡിൽ ചെയ്തെടുക്കാനും പറ്റും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ.